മമ്മൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യനാണ്. പക്ഷേ പുള്ളിക്ക് ചില സമയങ്ങളിൽ ആൾക്കാരെ തിരിച്ചറിയില്ല. എടുത്തടിച്ച് സംസാരിക്കും, ഇറങ്ങി അങ്ങ് പോകും. മുൻകോപിയാ ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ അതൊന്നും പ്രശ്നമാക്കണ്ട. ഏത് നല്ല കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഒരു കോസ്റ്റ്യൂമർ നല്ലൊരു ഡ്രസ് ഇട്ടിട്ട് വന്നിരുന്നാൽ പുള്ളി പിടിക്കില്ല. അതായത് ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിക്കാൻ പറയും, ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കോസ്റ്റ്യൂം, ഓർണമെന്റ്സ് എല്ലാം കാണിക്കാൻ പറയും. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ ഞാൻ കേൾക്കുന്നത്? എല്ലാ കാര്യത്തിലും തലവയ്ക്കും. ഓർണമെന്റ്സിന്റെ മറ്റുള്ള കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂം, ഓർണമെന്റ്സ് എല്ലാം തലവയ്ക്കും. ചില മുഖംമൂടി കഴിഞ്ഞ് വീണു ഗോപാല. സിനിമയിൽ സൽഗുണസമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികളും. അതെവിടെ എല്ലാം പുള്ളിയെ കൊണ്ട് കാണിക്കണം. പണ്ട് എനിക്ക് അനുഭവം അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ലോഹിദാസിനോട് ചോദിച്ചു, സാർ എന്തിനാണ് മമ്മൂക്കെ കാണിക്കുന്നത്? ഞാൻ ചോദിച്ചു, എന്തിനാണ് കാണിക്കുന്നത്? അല്ല, ഒന്ന് കാണിച്ചു. ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കൊണ്ട് കാണിച്ചപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം പോലും കൊടുത്തു പോരുത്. ഇതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്കപ്പ് ചെയ്യുന്നു. ഇതിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്കപ്പ് ചെയ്യുന്നു. അഹങ്കാരികളെ അപ്പ കട്ട് ചെയ്തതാണ്, എന്നാലേ പടം നന്നാവും. ഒരു കോസ്റ്റ്യൂമർക്ക് വേറെ സ്ഥാനമില്ല. ഡയറക്ടർ ഒരു പോസ്റ്റ് കിട്ടിയാൽ നമുക്കത് പറയാം. കോസ്റ്റ്യൂമർക്ക് എന്നും ആ സ്ഥാനമേ ഉള്ളൂ. ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 എല്ലാവർക്കും പറ്റേ.